ഇപ്പോൾ നിലവിൽ അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് UDF പരിഗണിച്ചില്ലെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ, ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ തൃണമൂലിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കുമെന്നും പ്രചരണത്തിനായി മമത തന്നെ നേരിട്ടെത്തുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ തൃണമൂലുമായി ബന്ധപ്പെട്ട പ്രതിനിധി നമ്മോടൊപ്പം പറഞ്ഞത് അൻവറിൻ്റെ തീരുമാനം തൃണമൂലിൻ്റെ തീരുമാനമല്ല എന്നാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇപ്പോ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അൻവർ തൃണമൂലിന്റെ തീരുമാനമാണ് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് ഇപ്പൊ പറയണത്. ഇന്നലെ വരെ അൻവർ തന്നെയാണ് പറഞ്ഞത് പിണറായിസം തകർക്കാൻ UDFന്റെ ഏത് ചെകുത്താൻ നിന്നാലും വിജയിപ്പിക്കുമെന്ന്. അപ്പോ ഞങ്ങൾക്ക് കിട്ടിയ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശവും ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഗ്രഹവും ഒരു ബദൽ രാഷ്ട്രീയം വളർത്തിയെടുക്കുക എന്നതാണ്. ഇവിടെ ഒരു മുന്നണി രാഷ്ട്രീയത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം നേരത്തെ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. PV അൻവർ ഫുട്ബോളിൽ നിൽക്കോ കോണിപ്പടിയിൽ നിൽക്കോ ഇതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അതിന് തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഇല്ല എന്നത് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അല്ല, അത് അന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇവിടെ തൃണമൂൽ കോൺഗ്രസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ ഏൽപ്പിച്ചു എന്നത് ശരിയാണ്. നിലവിൽ അവർ ഇപ്പോഴും കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് നിലവിൽ ഒരു കമ്മിറ്റി ഇല്ല. ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടോ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടോ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിനെ പോലും പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത ആളുകള് ഒരു കോർഡിനേറ്റർ, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ കൺവീനർമാര് എന്നല്ലാതെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത ആളുകൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായ കമ്മിറ്റി ഉണ്ട്. CG ഉണ്ണി നിലമ്പൂരുകാരനാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൃശ്ശൂരുകാരനാണ് അഡ്വക്കേറ്റ് ജിനോ ജോസ്. നിലമ്പൂരിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ജയരാജ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മണിക്കൂറുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനത്രയും വില കൽപ്പിച്ചാൽ മതിയല്ലോ. ഇന്നലെ രാവിലെ പറഞ്ഞതും ഉച്ചക്ക് പറഞ്ഞതും വൈകിട്ട് പറഞ്ഞതും ഈ ചാനലുകളിൽ കൂടെയാണല്ലോ കേട്ടത്. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾക്ക് അത്രയും വിലയല്ലേ കൽപ്പിക്കേണ്ടതുള്ളൂ. തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ എന്തായാലും മത്സര രംഗത്തില്ല. പിന്നെ ഞങ്ങളുടെ വോട്ടർമാർ അവിടെ ഉണ്ട്. ഞങ്ങൾ വോട്ട് എന്ത് ചെയ്യണമെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടും അതിന്റെ സൂക്ഷ്മ പരിശോധനകളും മറ്റു തീരുന്ന മുറക്ക് ഞങ്ങള് പ്രഖ്യാപിക്കും. കൃത്യമായി ഞങ്ങള് വോട്ടർമാരുടെ വോട്ട് എന്ത് ചെയ്യണം ഞങ്ങൾ എന്തായാലും ബഹിഷ്കരിക്കില്ല. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിനകത്ത് തന്നെ ഞങ്ങൾ ഉണ്ടാകും. അപ്പൊ ഞങ്ങളുടെ വോട്ട് ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പരസ്യമായി തന്നെ നിലപാട് പ്രഖ്യാപിക്കും.